സംസ്ഥാന മന്ത്രിസഭയുടെ കേരള പര്യടനമായ നവകേരള സദസ്സിന് ഇന്ന് സമാപനം. കോവളം, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ട് തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സദസ്സോടെ 37 ദിവസം നീണ്ടുനിന്ന സദസ്സിന് സമാപനമാകും. കഴിഞ്ഞ മാസം 17-ന് മഞ്ചേശ്വരത്ത് നിന്ന് സദസ്സ് തുടങ്ങുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരായിരുന്നുവെങ്കിൽ യാത്ര സമാപിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ മുന്നണി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഇന്ന് കനത്ത പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, സദസ്സ് ഇന്ന് അവസാനിക്കുമ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. സദസ്സിൽ ഇന്ന് എന്തൊക്കെയാണ് സംഘടിപ്പിക്കുന്നത്? അതായത് ഈ സമാപനം അത് വലിയ തോതിൽ ഒരു വൻ ആഘോഷമായി നടത്താനുള്ള പദ്ധതിയാണോ? എൽദോ, തിരുവനന്തപുരം നഗരമണ്ഡലത്തിലെ 5 മണ്ഡലങ്ങളിലെ പ്രഭാത യോഗമാണ്. 5 മണ്ഡലങ്ങളിലെ പൗരപ്രമുഖർ പങ്കെടുക്കുന്ന പ്രഭാത യോഗമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് RDR ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുന്നത്. അതിനുശേഷം 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ മാധ്യമപ്രവർത്തകർക്കെതിരെ ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ അനാവശ്യമായ കേസെടുത്ത പോലീസ് നടപടി അടക്കമുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകും. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനം ഇന്ന് ആദ്യത്തെ നവകേരള സദസ്സ് നടക്കുക കോവളം മണ്ഡലത്തിലേതാണ്. വിഴിഞ്ഞത്താണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വിഴിഞ്ഞത്ത് നവകേരള സദസ്സിൻ്റെ ഇന്നത്തെ ആദ്യ പൊതുയോഗം നടക്കും. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് 4 മണ്ഡലങ്ങളിൽ നടക്കാനുള്ളത്. വൈകിട്ട് 3 മണിക്ക് നേമം മണ്ഡലത്തെ കൺവെൻഷൻ പൂജപ്പുരയിൽ നടക്കും. പൂജപ്പുര മണ്ഡപത്തിലാണ്. പൂജപ്പുര മണ്ഡപവും അതുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ടിലുമാണ് വേദി ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കഴക്കൂട്ടത്തെ യോഗം നടക്കും. വൈകിട്ട് അവസാന 2 മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങൾ ഒരുമിച്ചാണ്. അത് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പൊതുയോഗമാണ്. വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ട് നടക്കും. അതോടുകൂടി നവകേരള സദസ്സിന് സമാപനമാകും. വലിയ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് അനുസരിച്ച് പോലീസ് ക്രമീകരണങ്ങളുമുണ്ട്. ഇന്ന് നിരവധി സമരങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. ഏതായാലും വലിയ സംസ്ഥാന ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരുന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. സംസ്ഥാനത്ത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തിയത്. മന്ത്രിസഭ ഒന്നാകെ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരുടെ പരാതികൾ സ്വീകരിക്കുക, ആ ഒരു നീക്കമാണ് സർക്കാർ നടത്തിയത്. വലിയ വിജയമായി മാറിയെന്നാണ് ഇടതുമുന്നണിയുടെ സർക്കാരിൻ്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടൽ. ശരി അരുൺ, തുടരുക. ഈ നവകേരള സദസ്സിന്റെ സമാപന ദിനമായി ഇന്ന് തലസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിനാണ് സാധ്യത ഒരുങ്ങാൻ പോകുന്നത്. മുഖ്യമന്ത്രി കരിങ്കൊടി കാട്ടി KC യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. യുവമോർച്ചയുടെ മാർച്ചുണ്ട്. അത് സെക്രട്ടേറിയറ്റ് മാർച്ചിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ നവകേരള സദസ്സിന്റെ നേമമണ്ഡലത്തിലെ വേദിയിലേക്ക് BJP മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്തരം 3 പ്രധാനപ്പെട്ട മാർച്ചുകൾ ഉള്ള സാഹചര്യത്തിൽ വലിയ സുരക്ഷയാണ് തലസ്ഥാന ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിൽ ഡാൻ കുര്യൻ ചേരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന്. ഡാൻ, പ്രതിഷേധ സാധ്യത അത് ഉറപ്പാണ്. അത് എത്രത്തോളം തീവ്രമാകുമെന്നാണ് അറിയേണ്ടത്? കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിലും DGP ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിലും വലിയ തരത്തിലുള്ള സംഘർഷമാണ് അരങ്ങേറിയത്. ഞാൻ ഈ നിൽക്കുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഏതാണ്ട് 4 മണിക്കൂർ നേരമാണ് ഏതാണ്ട് തെരുവ് യുദ്ധത്തിന് സമാനമായ സാഹചര്യം യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിലുണ്ടായത്. അതിനൊക്കെ അപ്പുറത്തേക്ക് സമാനമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കരികൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 1.5 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ KPCC അധ്യക്ഷൻ തന്നെ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് DGP ഓഫീസിലേക്ക് രാവിലെ 11 മണിക്ക് നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ, അതിനു പുറമെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെ MPമാര്, MLAമാരെല്ലാവരും ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാകും. എന്തായാലും K സുധാകരൻ നമുക്കറിയാം, അദ്ദേഹം വലിയ തരത്തിൽ വൈകാരികമായ തരത്തിൽ പ്രവർത്തകരോട് അഭിസംബോധന ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് തന്നെയായിരിക്കും DGP ഓഫീസ് മാർച്ചിൽ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ K സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അദ്ദേഹം തന്നെയായിരിക്കും KPCC ഓഫീസിൽ നിന്ന് തുടങ്ങുന്ന ഈ പ്രതിഷേധ മാർച്ച് നയിക്കുക എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും 11 മണിയോടെ DGP ഓഫീസിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ മാർച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ യുവമോർച്ചയുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ഈ പ്രഭാത യോഗത്തിന് ശേഷം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനവ്യൂഹം കടന്നുപോകുന്ന എല്ലാ മണ്ഡലങ്ങളിലും പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധമുണ്ടാകും. യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടാകും. ഇന്നലെ പാറശാലയിലും അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും കാട്ടാക്കടയിലുമൊക്കെ ആവർത്തിച്ച തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അതിന്നും അതിശക്തമായി തെരുവിലേക്ക്
വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. ഇന്നലെ വൈകിട്ട് നേമത്തടക്കം വലിയ തരത്തിൽ പാർട്ടി പ്രവർത്തകർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധം ഇന്നും നവകേരള സദസ്സിന്റെ വാഹനവ്യൂഹം കടന്നു പോകുന്ന വഴികളിലൊക്കെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചും കഴിഞ്ഞിരിക്കുന്നു. റെഡ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നവകേരള സദസ്സ് പോകുന്ന വഴികൾ ജില്ലാ പോലീസ് മേധാവി. അതുകൊണ്ട് തന്നെ ഡ്രോണുകളടക്കം ഉപയോഗിക്കുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും യുവമോർച്ച സെക്രട്ടേറിയറ്റിന് മുമ്പിൽ DGP ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് ഇങ്ങനെ രണ്ടുപേരും പ്രതിപക്ഷ കക്ഷികൾ പല സ്ഥലങ്ങളിലായി നവകേരള സദസ്സിനെതിരായ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ നാടകീയമായ സംഭവങ്ങൾക്കാർക്കും തലസ്ഥാന നഗരി ഇന്ന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. VV അരുണിലേക്ക് വീണ്ടും. അരുൺ, ഇനി മുഖ്യമന്ത്രി ഇന്ന് നവകേരള സദസ്സിന്റെ സമാപന ദിനമായി ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുമല്ലോ. എത്തരത്തിലൊരു പ്രതികരണത്തിനാണ് സാധ്യത? സ്വാഭാവികമായും ഇതിൻ്റെ ആകെയുള്ള ഒരു വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഏത് തരത്തിലാണ് നവകേരള സർക്കാർ ഇതിനകമുള്ള വിശദീകരണം, അവരുടെ വിലയിരുത്തൽ വലിയ വിജയം, ചരിത്ര വിജയമായത് മാറി എന്നുള്ളതിനാണ്. അതിലെ ജനപങ്കാളിത്തം തന്നെയാണ് ഓരോ ഇതിന് കാരണമായ മുഖ്യമന്ത്രിയും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രി രാജൻ പറഞ്ഞതുപോലെ മന്ത്രിസഭ വീട്ടുപടിക്കലെത്തുന്ന തരത്തിലുള്ള പ്രചരണമാണ് സർക്കാർ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. അത്രയധികം ആളുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കാണാൻ, മന്ത്രിസഭയെ കാണാൻ എത്തിച്ചതെന്നുള്ള വസ്തുതയാണ്. പക്ഷേ അതൊരു കേവലം രാഷ്ട്രീയ ജനക്കൂട്ടമാണോ, അതിനപ്പുറത്തേക്ക് സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രീതിയാണോ എന്ന കാര്യമൊക്കെ തെളിയേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട്, അതിൻ്റെ ഓഡിറ്റ് നടക്കേണ്ടതുണ്ട്. കൃത്യമായ പരാതികൾ ലഭിച്ചു, അതിനുള്ള പരിഹാരം എന്തെന്ന കണക്കുകൂട്ടൽ നടത്തേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ജയാപജയങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത്. രാഷ്ട്രീയമായി ഇത് ഇടതുമുന്നണിക്ക്, ഇടതു സർക്കാരിന് വലിയ നേട്ടമായി എന്നതിൽ അന്ന് സംശയമില്ല, നിസ്തർക്കമാണ്. വലിയ രീതിയിൽ സംഘടനാ സംവിധാനത്തെ ഒന്നാകെ സജീവമാക്കാൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് വളരെ വേഗത്തിലേക്ക് അതിൻ്റെ ഭാഗമായി മാറ്റാൻ ഇടതുമുന്നണിക്ക് ആകെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് നേട്ടമുണ്ടായി എന്നുള്ളത് തന്നെയാകും ഇതിൻ്റെ അന്ത്യത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുക, കണക്കെടുപ്പ് നടക്കുക. അവിടെയാണ് ഇതിൻ്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുക. അവിടെയാണ് നവകേരള എത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായി മാറും എന്നത് വിലയിരുത്തപ്പെടുക. എൽദോ, അരുൺ, ഈ നവകേരള സദസ്സിന്റെ വിജയത്തെപ്പറ്റി മന്ത്രിമാർ ഉൾപ്പെടെ വലിയ പ്രചാരം നടത്തുമ്പോൾ ഈ തെരുവിൽ നടക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും വ്യക്തമായിട്ടുള്ളൊരു മറുപടി നൽകാൻ കഴിയാതെ പോകുന്നു. വാഹനത്തിന് മുന്നിൽ തടയാനെത്തുന്ന യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് പിടിച്ചു മാറ്റുന്നു എന്നതിനപ്പുറം DYFIക്കാരും SFIക്കാരും വടിയുമായി റോട്ടിലിറങ്ങി പ്രതിഷേധിക്കുന്നവരെ തല്ലി ചതയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലോ. അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ഉയരാനോ പ്രതികരണം ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുണ്ട്? തീർച്ചയായും എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആ ചോദ്യം ഉയരുന്നുണ്ട്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു പോകുന്നത് തൻ്റെ ഗൺമാൻ അല്ലെങ്കിൽ തൻ്റെ ഉദ്യോഗസ്ഥർ ഇവരെ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ല. സ്വാഭാവികമായും വാഹന വ്യൂഹത്തിലേക്ക് അടുത്തേക്കാലും പാഞ്ഞെടുത്താൽ അവിടെ പ്രതിരോധമുണ്ടാകും, നടപടി ഉണ്ടാകും. DYFI പ്രവർത്തകരുടെ പ്രതിരോധമൊക്കെ ആ രീതിയിൽ രക്ഷാപ്രവർത്തനം എന്ന വിശേഷത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവരെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പക്ഷേ പലയിടത്തും നമുക്ക് കൃത്യമായി പറഞ്ഞാൽ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിൽ നിന്നും DYFI CPI പ്രവർത്തകർ ഒരുപോലെ മർദ്ദനം ഏറ്റുവാങ്ങിയിരുന്നു. കൊല്ലം എത്തുമ്പോൾ സാഹചര്യം മാറി മറിഞ്ഞു, അവിടെ തിരിച്ചടി തുടങ്ങി. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കണ്ടത് പലയിടത്തും ഒരുപക്ഷെ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ അടിയേറ്റത് DYFIക്കാർക്കാണ്. കൃത്യമായി സംഘടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അത് കൊല്ലത്തും വർക്കലയുമൊക്കെ ആറ്റുകളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ കാട്ടാക്കടയിൽ കാര്യങ്ങൾ വീണ്ടും തിരിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്രൂര മർദ്ദനമേറ്റു. പലയിടത്തും വലിയ സംഘർഷം, പരസ്പരം ഏറ്റുമുട്ടലിയ കാര്യങ്ങൾ നടന്നു. യുവമോർച്ച ഇതിനിടയിൽ രംഗപ്രവേശം ചെയ്തു, അവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ആ രീതിയിൽ വലിയ അടിയും തിരിച്ചടിയുമായി തെരുവ് യുദ്ധമായി മാറുകയാണ് മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ യാത്രയുടെ വഴികൾ. ആ വഴികൾ പൂർണ്ണമായും ഇരുപക്ഷത്തു നിന്നുള്ള പ്രവർത്തകരുടെ ഏറ്റുമുട്ടലായി മാറുന്നു. DYFI പ്രവർത്തകർ പലപ്പോഴും പരിധി വിട്ട് പ്രവർത്തിച്ച നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നു. വികലാംഗനെ പോലും മർദ്ദിക്കുന്ന തരത്തിലേക്കുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് ആ വികലാംഗൻ എങ്കിൽ പോലും ആ ഭിന്നശേഷിക്കാരനെ പോലും മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി ഈ നവകേരള സദസ്സ് ഇടവച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ ഗവർണറുടെ പങ്കും ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കാണാതെ പോകാൻ കഴിയില്ല. ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങൾ, അതിനെ സർക്കാർ മറുപടി പറഞ്ഞത്, ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി നീക്കം ഒക്കെ ഈ നവകേരള സദസ്സിൻ്റെ രാഷ്ട്രീയ യാത്രക്കിടെ ഉണ്ടായ അല്ലെങ്കിൽ യാത്രക്കിടെ ഉണ്ടായ സംഭവബഹുലമായ കാര്യങ്ങളാണ്. അത് അങ്ങനെയുള്ള ഒരു സംഭവബഹുലമായ ഒരു മാസത്തേറെ കാലമാണ് കടന്നു പോകുന്നത്. അതിൻ്റെ സമാപനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നും നാടകീയത, സംഘർഷം ഇതിൽ കുറയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരിക്കൽ കൂടി തുടരണം. ഞാൻ ഡാനിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ഡാൻ,
ഈ നവകേരള സദസ്സിന്റെ യാത്ര അത് കൊല്ലം പിന്നിട്ട് തലസ്ഥാന ജില്ലയിൽ എത്തിയപ്പോഴാണ് അതിന്റെ ഒരു തീവ്രത കൂടുന്നതും കൂടുതൽ BJP യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധവുമൊക്കെ സജീവമാകുന്നതും. അപ്പോൾ ഈ പ്രതിഷേധങ്ങളുടെ കാര്യത്തിൽ ഒരു വേറിട്ട അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തലസ്ഥാനത്ത് എത്തിയപ്പോൾ സമാപന സമയമാകുമ്പോഴേക്കും പ്രതിഷേധം അതിരൂക്ഷമായി മാറുന്ന സാഹചര്യം. ഇതിനോടൊക്കെ മന്ത്രിമാരുടെ പ്രതികരണം എന്തായിരുന്നു രാവിലെ ഡാൻ മാനവീയത്തിൽ കണ്ടപ്പോൾ ഇവരെ? എന്തോ സഹികെട്ട് പ്രതികരിക്കുകയാണ്, തങ്ങൾ അതിന് നിർബന്ധിതരാകുകയാണ്, ഗാന്ധിയൻ ആശയങ്ങളുമായി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിച്ചത്. അത്തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ മാറുന്ന കാഴ്ചയാണ് കൊല്ലം ജില്ലയിലേക്ക് നവകേരള സദസ്സ് എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. കാരണം പോലീസ് നിയമപരമായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ആ നടപടികളിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ സാധാരണയായി കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നു പോകുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാഹന വ്യൂഹങ്ങൾക്ക് കരിങ്കൊടി കാണിക്കാനുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിൽ കഴിഞ്ഞ 36 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കൊല്ലത്തെത്തുമ്പോൾ ഈ പ്രതിഷേധങ്ങളിലേക്ക് യുവമോർച്ച കൂടി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അവിടെയാണ് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞത്. വളരെ സംഘടിതരായി ഇത്തരത്തിൽ ഈ കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ കയ്യേറ്റം ചെയ്യാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും യുവമോർച്ച പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്യാനുള്ള യുവജന സംഘടനകളുടെ ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് നേരെ അതിശക്തമായ തിരിച്ചടിയുമായി മറ്റ് പ്രതിപക്ഷ യുവജന സംഘടനകൾ കൂടി എത്തിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സത്യം. ഇന്നലെ പാറശാലയിലും കാട്ടാക്കടയിലും നെയ്യാറ്റിൻകരയിലും അടക്കം നേമത്തടക്കം അതാണ് കണ്ടത്. സ്ത്രീകളടക്കം ഈ ഇടത് യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സ്ത്രീകളടക്കം തെരുവിലിരുന്ന് പരസ്പരം പോർവിളി മുഴക്കുന്ന അസാധാരണമായ തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങളിലേക്കൊക്കെ മാറുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ മന്ത്രിമാരോട് ചോദിച്ച പ്രതികരണങ്ങൾക്ക് അവർ കൃത്യമായി നൽകുന്ന ഉത്തരം ഒന്ന് മാത്രമാണ്: പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ നവകേരള സദസ്സുമായി കഴിഞ്ഞ നവംബർ 17-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് നിന്ന് തങ്ങൾ ഈ യാത്ര തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ കുറ്റവിചാരണ സദസ്സുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പക്ഷേ അവിടെ ആളുകളെ കാണുന്നില്ല. എവിടെയാണ് കുറ്റവിചാരണ സദസ്സ്? അതിന്റെ ആയുസ് എന്തായി? അതുമായി ബന്ധപ്പെട്ട എവിടെയാണ് ജനങ്ങൾ തിങ്ങിക്കൂടുന്നത്? ഇത്തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങളിലേക്കാണ് മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ നടപടികളെയൊക്കെ നോക്കിക്കാണുന്നത്. എന്തായാലും അതിശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് നവകേരള സദസ്സ് സമാപിക്കാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തരത്തിലേക്ക് ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും പോലീസ് ഒരുക്കുന്നുണ്ട്. ആ നീക്കങ്ങളൊക്കെ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. SIP ക്യാമ്പിൽ നിന്ന് അടക്കമുള്ള ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി.